നമസ്കാരം. ഫുട്ബോൾ പറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബാർസലോണ ജാപ്പനീസ് ടൂറിന് പറക്കേണ്ടതാണ്. പക്ഷേ ബാർസലോണ സ്ക്വാഡ് ഇന്ന് പറക്കുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. സോ ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു വാർത്ത വരുന്നത്. ഏഷ്യൻ ടൂറിലേക്കുള്ള യാത്ര ബാർസലോണ തൽക്കാലത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാണ്. നേരെ ജപ്പാനിലോട്ടായിരിക്കത്തില്ല, കൊറിയയിലോട്ടായിരിക്കും പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ഇന്നല്ല പോകുന്നത്, കൊറിയൻ ടൂറിലുള്ള ദിവസം എന്താണ് ആ ദിവസത്തേക്ക്. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ബാർസലോണ ഈ ഒരു പ്രീ സീസൺ കളിക്കാനായിട്ട് അറിയാമല്ലോ, സ്പോൺസേഴ്സും മറ്റും എല്ലാം ഉണ്ട്. സോ ഫണ്ട്സ് പൈസയാണ്. ഇപ്പം എല്ലാ ടീമും പ്രീ സീസൺ ടൂറിന് ഓരോ രാജ്യത്തോട്ട് പോകുന്ന മെയിൻ എയിം പൈസ ആണെങ്കിൽ തന്നെയാണ്. സോ ആ ഒരു സമയത്ത് ബാർസലോണയ്ക്ക് ഈ ഒരു പ്രീ സീസൺ ടൂറിന് മുമ്പ് സ്പോൺസേഴ്സ് പേ ചെയ്യേണ്ട ഒരു ഫണ്ടുണ്ട്, അതായത് ഈ പ്രീ സീസൺ. സോ അത് ബാർസലോണ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ പേയ്മെന്റ് കിട്ടിയിരിക്കും, അങ്ങനെയായിരുന്നു ഡീല്. പക്ഷെ അവിടെ ഒരു ബ്രീച്ച് നടന്നിരിക്കുകയാണ്. ബാർസലോണയ്ക്ക് വരേണ്ട പേയ്മെന്റ് വന്നില്ല. മാച്ചിന് ശേഷം ആവാം, അല്ലെ അവിടെ ചെന്നിട്ട് തരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സോ ഈ സ്പോൺസറുമായിട്ടുള്ള ഒരു തർക്കത്തിന്റെ ബേസിൽ ബാർസലോണ പ്രീ സീസൺ ടൂർ വേണ്ടാന്ന് വെച്ചു. സോ പ്രീ സീസൺ ടൂർ നല്ല ജപ്പാനിലോട്ടുള്ള യാത്ര വേണ്ടെന്ന് വെച്ചു. സോ ബാർസലോണ ഇന്ന് റെഗുലർ ട്രെയിനിങ് സ്പെയിനിൽ വെച്ച് തന്നെ നടത്തും. പിന്നീട് കൊറിയയിലോട്ടായിരിക്കും ബാർസലോണ ഫ്ലൈ ചെയ്യുക പ്രീ സീസൺ ടൂറിലെ ഫസ്റ്റ് മാച്ച് കളിക്കാനായിട്ട്. സോ ഇതാണ് ഇപ്പം വന്നിരിക്കുന്ന ന്യൂസ്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജോറൽ ഹാറ്റോ ടു ചെൽസി ഗെറ്റിംഗ് ക്ലോസ്. സോ ഫാബ്രിസിയോയുടെ റിപ്പോർട്ട് പ്രകാരം പേഴ്സണൽ ടൈംസും മറ്റും എല്ലാം ഹാറ്റുമായിട്ട് അഗ്രി ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ചാവി സിമൻസുമായിട്ടും ചെൽസി പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്തെന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഇനിയും ലൈപ്സിഗുമായിട്ട് ടോക്സ് തുടങ്ങുമായിരിക്കും. പക്ഷേ ഇപ്പം ജോറൽ ഹാറ്റോ ഡീലിലാണ് അവർ പ്രോഗ്രസ് ചെയ്യുന്നത്. ആൻഡ് സ്കൈ സ്പോർട്സിന്റെ റിപ്പോർട്ട് പ്രകാരം 44 മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫർ ചെൽസി അയാക്സിന്റെ ഫ്രണ്ടിൽ വിട്ടതും അയാക്സ് 52 മില്യൺ പൗണ്ട്സ് ഇപ്പം ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്തകൾ വരുന്നത്. സോ ഈ ഡീലിന് വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് പാർട്ടീസും. ലെറ്റ്സ് കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട് പറയാനാണ് റോഡ്രിഗോയുടെ കാര്യത്തിലാണ്. സോ റോഡ്രിഗോ റയൽ മാഡ്രിഡ് നിൽക്കും എന്നുള്ളൊരു ഡിസിഷൻ എടുത്തതായിട്ടൊരു ഫീല് തോന്നുന്നുണ്ട്. അത് കൺഫേം ആയിട്ടില്ല, കാരണം റോഡ്രിഗോ ഇപ്പം ടൂറിലായിരുന്നല്ലോ. സോ പുള്ളിയോട് റയൽ മാഡ്രിഡ് ഡിസിഷൻ അറിയിച്ചു, ഓക്കെ ഞങ്ങൾ ഓപ്പൺ ആണ് നിന്നെ സെല് ചെയ്യാൻ, ഇറ്റ്സ് അപ് ടു യു, പോണോ വേണ്ടയോ എന്നുള്ളത്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ റോഡ്രിഗോയുടെ ആയിരിക്കും ഫൈനൽ ഡിസിഷൻ എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. സോ ലിവർപൂൾ ഭയങ്കരമായിട്ട് ലിങ്ക്സ് ഉണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ ദിവസം PSG ടോക്സ് തുടങ്ങി എന്നുള്ള രീതിയിൽ പ്ലറ്റംബർഗും ലേക്കിപ്പ് ഉൾപ്പെടെയുള്ള സോഴ്സുകളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ഇന്നലത്തെ ദിവസത്തെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ജെയിംസ് പിയേഴ്സ് അത്ലറ്റിക്കിന്റെ കറസ്പോണ്ടന്റ് ആണ്. സോ പുള്ളി വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, ലിവർപൂൾ ഈവൻ ലൂയിസ് ഡിയാസിനെ വിൽക്കുന്ന സിറ്റുവേഷൻ വന്നാലും റോഡ്രിഗോ ഡീലിലോട്ട് എൻ്റർ ആവത്തില്ല എന്നാണ് ജെയിംസ് പിയേഴ്സ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത നിമിഷം പാരീസിൽ, അതായത് ഫ്രാൻസിൽ നിന്ന് ചില മീഡിയാസിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നു, ഫുട് മെർക്കാട്ടോയും കൂടാതെ മറ്റു കുറച്ച് ജേർണലിസ്റ്റുകൾ PSG ക്ലോസ് ആയിട്ടിരിക്കുന്ന സോഴ്സുകളിൽ നിന്ന് PSG റോഡ്രിഗോ ഡീലിൽ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിലും വാർത്തകൾ വരുവാണ്. സോ ഇത് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മേ ബി റോഡ്രിഗോന്റെ ക്യാമ്പുമായിട്ട് അവർ കോൺടാക്ട്സ് നടത്തി കാണും. റോഡ്രിഗോ ആളുടെ ഡിസിഷൻ എടുത്ത് കാണും. ഹി ഈസ് സ്റ്റേയിങ് അറ്റ് റയൽ മാഡ്രിഡ് എന്നൊരു ഡിസിഷൻ ചിലപ്പോൾ എടുത്ത് കാണും. മേ ബി അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നെക്സ്റ്റ് ഇയർ വേൾഡ് കപ്പാണ്. മേ ബി പുള്ളി കാർലോ ആൻസലോട്ടി ആയിട്ട് ടോക്സ് നടത്തി കാണും. കാർലോ ആൻസലോട്ടി പറഞ്ഞു കാണും, സ്റ്റേ അറ്റ് റയൽ മാഡ്രിഡ്, എത്ര മിനിറ്റ്സ് കുറവാണെങ്കിലും വേൾഡ് കപ്പ് സ്ക്വാഡ് നീ കാണും, ഫൈറ്റ് ചെയ്യുക, നിനക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് മേ ബി ആൻസലോട്ടി കൊടുത്തതാണ്. അല്ലെങ്കിൽ പുള്ളി റയൽ മാഡ്രിഡ് വളരെ ക്ലോസ്ലി ആണ്, പുള്ളിക്ക് മൂവ് ചെയ്യാനേ ആഗ്രഹമില്ല എന്നുള്ള രീതിയിലായിരുന്നു റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ റയൽ മാഡ്രിഡ് ഇപ്പോൾ ഓപ്പൺ ആണ്, പുള്ളിക്ക് മിനിറ്റ്സ് കിട്ടണം എന്നുള്ള ഡിസിഷൻ, മേ ബി പുള്ളി മൂവ് ചെയ്യാന്നുള്ളൊരു ഡിസിഷൻ എടുത്തേക്കാന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതാണ് ഇപ്പോൾ അവർ ഒഫീഷ്യലി ആ ഡിസിഷൻ എടുത്തു കാണും. അല്ലെങ്കിൽ ഇപ്പം ലിവർപൂൾ ആണെങ്കിലും PSG ആണെങ്കിലും നമുക്കറിയാം ക്ലബ്ബുകൾക്ക് അവരുടെ ഫേസ് സേവ് ചെയ്യാം. സോ റോഡ്രിഗോ ഹാസ് റിജക്റ്റഡ് ബോത്ത് ദീസ് ക്ലബ്സ് ആൻഡ് ഡിസൈഡഡ് ടു സ്റ്റേ എന്നൊരു വാർത്ത വരുന്നതിനേക്കാളും നല്ലത് ലിവർപൂളും PSG തൽക്കാലം ഈ ഡീലിൽ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ ഈ ഡീല് ഇൻട്രസ്റ്റ് ഇല്ല മുന്നോട്ട് പോകാൻ എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വരുവാണെങ്കിൽ അതാണല്ലോ ബെറ്റർ, നേരെ തിരിച്ച് വരുന്നതിനേക്കാളും. സോ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഈ ഒരു ഡീലിന് പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്നാൽ രണ്ട് ക്ലബിനും തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ചില സോഴ്സുകളിൽ നിന്ന് വാർത്ത വരുന്നുണ്ട്, ലിവർപൂൾ ഈ ഡീലിൽ നിന്ന് ഓഫായിട്ടില്ല, സ്റ്റിൽ റോഡ്രിഗോ ഡീലിലുണ്ട്, അത് മീഡിയയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വാർത്ത വിട്ടതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ഇതെൻ്റെ ഒരു നിഗമനമാണ്. മേ ബി പുള്ളി റയൽ മാഡ്രിഡ് സ്റ്റേ ചെയ്യാനായിട്ട് ഡിസിഷൻ എടുത്ത് കാണും. അതുപോലെ തന്നെ ആയിരിക്കും PSG മേ ബി മീഡിയ വെച്ച് ഇങ്ങനെ ഒരു കളി കളിക്കുന്നതാവാം. ലെറ്റ്സ് സീ എങ്ങനെ പോകുമെന്ന്. അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലോട്ടൊന്ന് വിടാനായിട്ടാണെങ്കിൽ, ബൈൽഡിന്റെ റിപ്പോർട്ട് പ്രകാരം ബെഞ്ചമിൻ സെസ്കോയ്ക്ക് 70 മില്യൺ പൗണ്ട്സ് ആണ് ഇപ്പം RB ലൈപ്സിഗ് ഡിമാൻഡ് ചെയ്യുന്നത്. ഈ സമ്മർ വിൻഡോ തുടങ്ങിയപ്പോൾ 100 മില്യൺ പൗണ്ടിൽ പിടിച്ചോണ്ടിരുന്നതാണ്. സോ ഇപ്പോൾ 70 മില്യൺ പൗണ്ട് ആക്കി റേറ്റ് കുറച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂകാസിൽ ലിങ്ക്സ് കാണുന്നുണ്ട്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പം റൂബൻ അമോറിം പറഞ്ഞത്, ഞങ്ങൾക്കാണെങ്കിൽ പുള്ളിക്ക് വേണ്ടത് ഒരു പ്രീമിയർ ലീഗ് പ്രൂവൻ സ്ട്രൈക്കറിനെ ആണെന്നാണ്. സോ അതിനകത്ത് തന്നെ സെസ്കോയിലോട്ട് ഇനി എൻ്റർ ആവുമെന്ന് എനിക്കറിയത്തില്ല.
ഇപ്പം മറ്റേ ടൈം ഒലിവ് വോക്കിൻസ് ലിങ്ക്സും വളരെ സ്ട്രോങ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റിലോട്ട് പറയാനായിട്ടാണെങ്കിൽ എമർസൺ റോയാലിന്റെ കാര്യത്തിൽ ഒരു ഹൈജാക്ക് നടന്നിരിക്കുകയാണ്. സോ എമർസൺ റോയാൽ ടു ബെസിക്താസ് ഹിയർ വി ഗോ ഫാബ്രിസിട്ടാണ് റിപ്പോർട്ട് വന്നത്. ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ ഫോർ 10 മില്യൺ യൂറോസ്. അതായിരുന്നു ബെസിക്താസും AC മിലാനും തമ്മിൽ അഗ്രി ചെയ്തിരുന്ന ഒരു ഡീൽ. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ ഫ്ലമംഗോ ആ ഡീലിലോട്ട് എൻ്റർ ആവുമായിരുന്നു. സോ ഫ്ലമംഗോ താരത്തിൽ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുകയും പ്ലെയർ ഫ്ലമംഗോയിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും ആൻഡ് ഫ്ലമംഗോ ഒരു ബെറ്റർ പ്രപ്പോസൽ AC മിലാന് വിട്ടെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ബെസിക്താസ് ആ ഡീലിൽ നിന്ന് പിന്മാറുകയും ബെസിക്താസുമായിട്ടുള്ള ടൈംസ് ക്യാൻസൽ ചെയ്യുകയും അവിടുന്ന് നേരെ ആൾ ഫ്ലമംഗോയിലോട്ടും ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സോ കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഹൈജാക്ക് നടക്കുകയാണ്. അതുപോലെ തന്നെ ഹ്യൂമിൻസന്റെ കാര്യത്തിലൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അത്ലറ്റിക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ലോസ് ഏഞ്ചൽസ് FC MLS ക്ലബ്ബ് ഹ്യൂമിൻസണുമായിട്ട് ഇപ്പം ടോക്സ് തുടങ്ങിയിട്ടുണ്ട്. ആളെ ബൈ ചെയ്യാനായിട്ട് നോക്കുകയാണ്. 1 ഇയർ കൂടെ ആളുടെ കോൺട്രാക്റ്റിലുള്ളൂ. സോ ടോട്ടനാം ഹോട്ട്സ്പർ ആളെ ക്ലബിൽ നിന്ന് അഥവാ ഒരു ഫെയർ പ്രൈസ് കിട്ടിയാൽ കൊടുക്കും എന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ലെറ്റ്സി താരമായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യാൻ പറ്റിയ മിക്കവാറും ഹ്യൂമിൻസൺ MLS വരുന്നതാണ്. അതുപോലെ തന്നെ ഡേവിഡ് ഹാങ്കോ ഡീൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഡൺ ആക്കിയിരിക്കുകയാണ്. ഹിയർ വി ഗോ 30 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് ആഡ് ഓൺസിന്റെ ഒരു പാക്കേജിലാണ് 27 വയസ്സായ ഡേവിഡ് ഹാങ്കോനെ സൈൻ ചെയ്യുക. സോ ആൾ അൽനാസറിലോട്ട് ഹിയർ വി ഗോ വന്നാണ്. 33 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് ആഡ് ഓൺസിന്റെ ഒരു പാക്കേജ്. ആള് സൗദിയിൽ പറഞ്ഞെത്തിയതാണ്. പക്ഷെ അവിടെ എന്തോ ഇഷ്യൂ ഉണ്ടായി ട്രെയിനിങ്ങിന്റെ സമയത്തോ എന്തോ അവിടുത്തെ ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ടാവുകയും ഇന്റേണലി ആരുമായിട്ടൊക്കെ ഇഷ്യൂസ് ആവുകയും ആൾ ആ ഡീല് ബ്രേക്ക് ചെയ്ത് തിരിച്ചു വരികയായിരുന്നു. സോ അങ്ങനെ ഓഫ് ആവുമായിരുന്നു. സോ ആ ഓഫ് ആയ ഡീൽ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് എടുത്തിരിക്കുകയാണ്. ആൻഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ ഒരു ഡീൽ ഓഫ് ആയപ്പോൾ നമുക്കറിയാം ഹാങ്കോ ആയിട്ട് കുറേ നാളായിട്ട് ലിങ്ക്സ് ഉണ്ടായിരുന്നു അത്ലറ്റിക്കോ. സോ റെനേറ്റോ വേഗ ടോക്സ് തൽക്കാലം ഓൺ ഹോൾഡ് വെച്ചിട്ട് ഡേവിഡ് ഹാങ്കോ ഡീലിലോട്ട് എൻ്റർ ആയി ആ ഡീൽ പുള്ളി ചെയ്തിരിക്കുകയാണ്. സോ റെനേറ്റോ വേഗ ഡീൽ ഒഫീഷ്യലി ഓഫ് ആയിട്ടില്ല. സ്റ്റിൽ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ടാഗിന്റെ കാര്യത്തിലാണ് ഇഷ്യൂവിൽ നിൽക്കുന്നത്. റെനേറ്റോ വേഗ അത്ലറ്റിക്കോട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു. ആ കാര്യത്തിൽ ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് അറിയിക്കുന്നത്. ബട്ട് ചെൽസി ആസ്ക് ചെയ്യുന്ന പ്രൈസ് 40 മില്യൺ അത്ലറ്റിക്കോ മീറ്റ് ചെയ്യാൻ റെഡിയല്ലാന്ന് നിൽക്കുന്നു. സോ ഈ ഡേവിഡ് ഹാങ്കോ ഡീൽ ഡണ്ണായ സ്ഥിതിക്ക് ഇനി ആ ഡീലിലോട്ട് സീരിയസ്ലി അഗ്രസീവ്ലി അത്ലറ്റിക്കോ പുഷ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടു നോക്കേണ്ടതുണ്ട്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ എറിക് ബെയ്ലിയുടെ ഡീൽ ഓഫ് ആക്കിയിരിക്കുകയാണ്. സോ എറിക് ബെയ്ലി നമുക്കറിയാം VRL നിന്നും സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നജ്മ SC എന്ന് പറയുന്ന ഒരു ക്ലബിലോട്ട് ഡണ്ണായതാണ് കാര്യങ്ങളെല്ലാം. പക്ഷേ ലാസ്റ്റ് മൊമെന്റ് ഇപ്പോൾ ആള് ആ ഒരു അഗ്രിമെന്റ് ബ്രേക്ക് ചെയ്യുകയും ആ ഡീൽ ഓഫ് ആയിരിക്കുകയാണ്. സോ അതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. സോ ആള് തിരിച്ച് സ്പെയിനിലോട്ട് തന്നെ വരും. സോ അവിടെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ പാവ് വിക്ടറിനെ 12 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് 3 മില്യൺ യൂറോസ് ആഡ് ഓൺസിന്റെ ഒരു പാക്കേജിന് ബൈബാക്ക് ക്ലോസും വെച്ചുകൊണ്ട് ബാർസലോണ SC ബ്രാഗയിലോട്ട് വിട്ടിട്ടുണ്ട്. സോ പോർച്ചുഗീസ് ക്ലബ്ബായ ബ്രാഗയിലായിരിക്കും അടുത്ത സീസൺ ആൾ കളിക്കാം. 30 മില്യൺ ഈ ഫീസിന്റെ 30 മില്യൺ ആണെങ്കിൽ ജിറോണയിലോട്ട് പോവുകയും ചെയ്യും ആളുടെ ഫോർമർ ക്ലബ്ബ്. സോ അവിടെ നിന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനാണെങ്കിൽ ഒരു സ്വാപ്പ് ഡീൽ നടന്നിരിക്കുകയാണ് പോർട്ടോയ്ക്കും യുവന്റസിനും ഇടയിൽ. സോ ആൽബർട്ടോ കോസ്റ്റനെ പോർട്ടോ 15 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് 1 മില്യൺ യൂറോസ് ആഡ് ഓൺസിന് യുവന്റസിൽ നിന്ന് സൈൻ ചെയ്യുകയും ജാവോ മരിയനെ യുവന്റസ് 12 മില്യൺ യൂറോസ് ഫിക്സഡിന് പോർട്ടോയിൽ നിന്ന് സൈൻ ചെയ്യുകയും ചെയ്തു. സോ ഒരു സ്വാപ്പ് ഡീൽ പോലെ നടന്നു. സോ ഇനിയും പോർട്ടോ യുവന്റസിന് 3 മില്യൺ ഫിക്സഡ് പ്ലസ് 1 മില്യൺ ആഡ് ഓൺസ് പേ ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടാണ്. സോ അവിടെ ഒരു സ്വാപ്പ് ഡീൽ നടന്നിട്ടുണ്ട്. ഒരു 4 മില്യൺ എക്സ്ട്രാ യുവന്റസിന്റെ അതിലോട്ട് വരും. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ലുക്മാന്റെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സോ അഴമീൻ ലുക്മാന് വേണ്ടി നമുക്കറിയാം ഇന്റർ മിലാൻ പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. 40 അല്ല 50 മില്യൺ തന്നാലും ഇന്ററിലോട്ട് അല്ല ഏതെങ്കിലും ഒരു ഇറ്റാലിയൻ ക്ലബിലോട്ട് വിടുത്തുള്ളതാണ് കേട്ടത്. സോ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്നാന്ന് വെച്ചാൽ ഇത് കൺഫേം ആയിട്ടില്ല. ബട്ട് ഇറ്റലിയിൽ നിന്ന് ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. യുവന്റസ് ഈ ഡീൽ ഹൈജാക്ക് ചെയ്യാൻ നോക്കുന്നതാണ്. യുവന്റസ് അറ്റ്ലാന്റ ഡിമാൻഡ് ചെയ്യുന്ന 50 മില്യൺ കൊടുക്കാനായിട്ട് റെഡിയാണെന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. സോ യുവന്റസ് ആണെങ്കിൽ ഈ അറ്റ്ലാന്റയിൽ നിന്നും ലുക്മാന് 50 മില്യന് കാര്യം ഡൺ ആക്കുവാണെങ്കിൽ അറ്റ്ലാന്റ ലിവർപൂളിന്റെ കിയേസനെ ആയിരിക്കും റീപ്ലേസ്മെന്റ് ആയിട്ട് നോക്കുന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. സോ ലെറ്റ്സ് സീ ലുക്മാൻ വേണ്ടി 40 മില്യന് മേളിൽ ഇതുവരെ ബിഡ് ഇന്റർ വിട്ടിട്ടില്ല. സോ ലുക്മാൻ ഇന്റർവായിട്ടാണ് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തിരിക്കുന്നത്. യുവന്റസ് ഈ ഡീലിലോട്ട് എൻ്റർ ആവാൻ ശ്രമിക്കുന്നു. സോ എനിക്ക് തോന്നുന്നു യുവന്റസ് ലുക്മാൻ ഡീലിലോട്ട് എൻ്റർ ആവുകയാണെങ്കിൽ പിന്നെ സാൻജോ ഡീലിൽ നിന്ന് മിക്കവാറും ഓഫ് ആവാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ ഈ കിയേസയുടെ കാര്യം പറഞ്ഞപ്പം കിയേസയില് നാപ്പോളിക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ഡാർവിൻ ന്യൂനസ് ഡീൽ ഈസ് ഓഫ്. ഡാർവിൻ ന്യൂനസിന് വേണ്ടി ഇനി പോത്തില്ല നാപ്പോളിയുടെ ഫൈനൽ ഓഫർ 50 മില്യൺ അങ്ങനെ അങ്ങാണ്ടായിരുന്നു. സോ ഇപ്പം കിയേസ ഡീലില് നാപ്പോളി ഇൻട്രസ്റ്റ് കാണിക്കുന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജാക്ക് ഗ്രീലിഷ് ഡീലും നാപ്പോളി എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് വാർത്തകൾ വരുന്നു. സോ ഡാർവിൻ ന്യൂനസ് ഡീൽ ഓഫ് ആയ സ്ഥിതിക്കാണ് ഈ രണ്ട് ഡീലും നാപ്പോളി നോക്കുന്നതായിട്ട് ഗസറ്റ ഡെല്ല സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തത്.
സോ അവിടെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ടോട്ടനാം ഹോട്ട്സ്പർ കോബി മൈനോയുടെ സിറ്റുവേഷൻ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സോ കോബി മൈനോനെ സെയിലിൽ എക്സാക്ട്ലി വെച്ചിട്ടില്ല, പക്ഷേ ഒരു ഓഫർ വരാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അതുപോലെ തന്നെ ലിവർപൂൾ കൊണാട്ടയുടെ ഫ്രണ്ടിൽ പുതിയൊരു ഓഫർ വിട്ടതായിട്ട് സാൻഡി JFM റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണാട്ടെ തന്റെ സാലറി ഡിമാൻഡ്സ് ഇതാണെന്ന് ക്ലബിനെ അറിയിച്ചിരുന്നു. സോ ആൾക്ക് ഓഫർ ചെയ്തതിനേക്കാളും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സാലറി പ്രപ്പോസൽ വിട്ടു. സോ ആൾ കോൺട്രാക്ട് റിന്യൂ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് കണ്ടു നോക്കാം. അവിടെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ തോമസ് മുള്ളർ ആണെങ്കിൽ ഓസ്ട്രേലിയൻ ക്ലബ്ബായ സിഡ്നി FC ആയിട്ട് ഇപ്പം ടോക്സ് നടക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഡീൽ ഡൺ ആവുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ആ ക്ലബ്ബ് തോമസ് മുള്ളറിനെ എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്ത് നടന്ന വാർത്തകളും വിശേഷങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും